ബാർ കോഴ കേസിൽ കോടതിയിൽ സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ട് വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞതാണെന്ന് തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. ബാർ ഉടമകളുടെ മൊഴി മാത്രം അടിസ്ഥാനപ്പെടുത്തിയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. മാണി പണം വാങ്ങുന്നത് കണ്ടുവെന്ന ബിജു രമേശിന്റെ ഡ്രൈവർ അമ്പിളിയുടെ നിർണായക മൊഴി റിപ്പോർട്ടിലില്ല. ബാർ ഉടമകളുടെ മൊഴിയെ മാത്രം വിശ്വാസത്തിലെടുത്താണ് കെ.എം. മാണി പണം വാങ്ങിയതിന് തെളിവില്ലെന്ന നിഗമനത്തിൽ വിജിലൻസ് അന്വേഷണ സംഘം എത്തുന്നത്. എന്നാൽ ബാർ ഉടമകളുടെ മൊഴി ചിലത് തെറ്റാണെന്ന് അന്വേഷണ സംഘം തന്നെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. അന്വേഷണ റിപ്പോർട്ടിലെ 6ാമത്തെ ഖണ്ഡിക കാണുക. 2014 മാർച്ച് 31-ന് കെ.എം. മാണിയുടെ പാലായിലെ വസതിയിലെത്തിയതായി രാജ്കുമാർ ഉണ്ണിയും MD ധനേഷും കൃഷ്ണദാസും അനിമോനും വിജിലൻസിന് മൊഴി നൽകിയിട്ടുണ്ട്. 31-ന് 50 ലക്ഷം രൂപ കെ.എം. മാണിക്ക് നൽകി എന്ന ആരോപണത്തെ ഇവർ തള്ളിക്കളയുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ പണം നൽകിയതിന് തെളിവില്ലെന്ന് അന്വേഷണ സംഘം എഴുതി ചേർക്കുകയായിരുന്നു. അതേ അന്വേഷണ സംഘം തന്നെ അവസാന വരിയിൽ ഒരു വാചകം കൂടി എഴുതി. ഫോൺ കോൾ വിശദാംശങ്ങൾ പരിശോധിച്ചപ്പോൾ 31-നല്ല ഇവർ പാലയിലെത്തിയത്, മറിച്ച് മാർച്ച് 30-നാണ് പാലയിൽ വന്നതെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നു. മൊഴിയിലെ ഈ വൈരുദ്ധ്യത്തെ അന്വേഷണ സംഘം പക്ഷേ റിപ്പോർട്ടിലെവിടെയും മുഖവിലക്കെടുത്തില്ല. ഇനി ഏപ്രിൽ 2-ന് കെ.എം. മാണിയുടെ ഔദ്യോഗിക വസതിയിൽ രാജ്കുമാർ ഉണ്ണിയെത്തിയതുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘം റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പരിശോധിക്കുക. തൊട്ട് തലേ ദിവസം രാജ്കുമാർ ഉണ്ണി ബാറുടമകളായ സുരേന്ദ്രൻ, സുനിൽകുമാർ, ഗോപകുമാർ എന്നിവരിൽ നിന്നും 25 ലക്ഷം രൂപ വാങ്ങി എന്നായിരുന്നു അമ്പിളിയുടെ മൊഴി. മൊബൈൽ ഫോൺ വിശദാംശങ്ങൾ പരിശോധിക്കുമ്പോൾ ഇവർ കണ്ട കാര്യം സാധൂകരിക്കുന്നുണ്ടെന്ന് അന്വേഷണ സംഘം പറയുന്നു. എന്നാൽ രാജ്കുമാർ ഉണ്ണിക്ക് പണം നൽകിയതിന് തെളിവില്ലെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. അമ്പിളിയുടെ മൊഴിയിലെ നിർണായക ഭാഗം അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ നിന്ന് മറച്ചുവെക്കുകയും ചെയ്തു. കെ.എം. മാണിക്ക് രാജ്കുമാർ ഉണ്ണി പണമടങ്ങിയ ബാഗ് കൈമാറുന്നത് കണ്ടു എന്നായിരുന്നു അമ്പിളിയുടെ മൊഴി. പണം നൽകിയിട്ടില്ലെന്ന ബാറുടമകളുടെ മൊഴി കൃത്യമായി ഉദ്ധരിച്ച അന്വേഷണ സംഘം ഈ ദൃക്സാക്ഷി മൊഴിയെ പൂർണ്ണമായും റിപ്പോർട്ടിൽ നിന്നും ഒഴിവാക്കി. അമ്പിളിയുടെ മൊഴിയെ പൂർണ്ണമായും സാധൂകരിക്കുന്നതല്ല നുണപരിശോധനാ ഫലം എന്ന ഒറ്റവരിയിൽ അന്വേഷണ സംഘം അമ്പിളിയുടെ മൊഴിയുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ മുഴുവൻ ഒതുക്കുകയും ചെയ്തു. മറ്റ് രണ്ടിടത്തും സാക്ഷിമൊഴികളെ വിശ്വസിക്കുന്ന അന്വേഷണ സംഘം മാണിയുടെ ഔദ്യോഗിക വസതിയിലെത്തിയപ്പോൾ അതിനെ അവഗണിച്ചത് എന്തിനെന്ന ചോദ്യമാണ് ഉയരുന്നത്.